നമുക്ക് പൈനാപ്പിൾ വൈൻ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനാവശ്യമായ സാധനങ്ങൾ: പൈനാപ്പിൾ. ഇത് ഞാനൊരു വലിയ പൈനാപ്പിൾ തൊലി എത്തിക്കളഞ്ഞ് ചെറുതായിട്ട് മുറിച്ചതാണ്. ഒരു 3 ഏലക്ക എടുത്തിട്ടുണ്ട്. ഒരു കഷ്ണം പട്ട എടുത്തിട്ടുണ്ട്. ഒരു ചെറിയ സ്പൂണ് ഈസ്റ്റ് എടുത്തിട്ടുണ്ട്. 2 സ്പൂൺ 1.5 സ്പൂണോളം കാണുമായിരിക്കും. ഇത് പഞ്ചസാര. ഇത് വലിയൊരു പൈനാപ്പിളാണ്. ഇതിന് ഏകദേശം ഒരു 3/4 കിലോ പഞ്ചസാരയോളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ തിളപ്പിച്ചാറ്റിയ വെള്ളം വേണം. പിന്നെ 2 പിടി ഗോതമ്പ് ആവശ്യമുണ്ട്. ഇനി ഇതെങ്ങനെ ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. ആദ്യമേ പൈനാപ്പിൾ നമുക്ക് കുപ്പിയിലേക്ക് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ ഇതിന് ചില്ലിൻ്റെ ഭരണിയാണ് എടുത്തിരിക്കുന്നത്. ഒന്നല്ലെങ്കിൽ ചില്ലിൻ്റെ ഭരണി, അല്ലെങ്കിൽ മറ്റേ സാധാരണ ഭരണിയാണ് ഉപയോഗിക്കുന്നത്. പ്ലാസ്റ്റിക്കിൻ്റെ പാത്രം ഉപയോഗിക്കാൻ പാടില്ല. ഇത് നന്നായിട്ട് കഴുകി തുടച്ച് വെച്ച ഭരണിയാണ്. ഒട്ടും വെള്ളത്തിൻ്റെ അംശം പോലും ഉണ്ടാകാൻ പാടില്ല. ഇനി ഇതിലേക്ക് പൈനാപ്പിൾ ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. പഞ്ചസാര ലെയറായിട്ട് തന്നെ ഇട്ട് കൊടുക്കണം. ഇനി ഒരു കഷ്ണം പട്ട ഇട്ട് കൊടുക്കാം. 3 ഏലക്ക ഇട്ട് കൊടുക്കാം. ഇനി ഒരു പിടി ഗോതമ്പ് ചേർത്ത് കൊടുക്കുക. അല്പം ഈസ്റ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അടുത്ത ലെയർ നമുക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഏകദേശം 3/4 കിലോയോളം പഞ്ചസാര അതിനാവശ്യമാണ്. ഇനി ഒരു പിടി ഗോതമ്പ് ഇട്ട് കൊടുക്കാം. ബാക്കിയുള്ള ഈസ്റ്റ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് തിളപ്പിച്ചാറ്റിയ വെള്ളം ഒഴിച്ചു കൊടുക്കാം. ആദ്യം ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ചേർത്ത് കൊടുക്കാം. ഇതിനായിട്ട് ഞാനൊരു തടിത്തവിയാണ് ഉപയോഗിക്കുന്നത്. ഒരു തടിത്തവി ഉപയോഗിച്ച് നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. ഇതിലേക്ക് ഞാൻ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇത് ഞാൻ തിളപ്പിച്ചാറ്റിയ വെള്ളമാണ് ഉപയോഗിച്ചത്. ഇതിന് തിളപ്പിച്ചാറ്റിയ വെള്ളം മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ. ചൂടുവെള്ളവും പച്ചവെള്ളവും ഒന്നും ഉപയോഗിക്കാൻ പാടില്ല. ഇനി നന്നായിട്ട് മിക്സ് ചെയ്ത് ഒരു 3/4 ഭാഗത്തോളം വെള്ളം ഒഴിച്ച് ഞാൻ വെച്ചിട്ടുണ്ട്. ഇത്രയും ഗ്യാപ്പിൽ വേണം വെക്കാനായിട്ട്. ഇനി ഇത് ഫെർമെൻറ്റേഷൻ നടക്കാൻ വേണ്ടിയിട്ടാണ് ഇത്രയും ഗ്യാപ്പ് ഇട്ടിരിക്കുന്നത്. നന്നായിട്ട് ഒന്നുകൂടെ ഒന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കാം. തടിത്തവി ഉപയോഗിച്ച് തന്നെ വേണം മിക്സ് ചെയ്യാൻ. നമുക്കൊരു തുണി വെച്ച് ഇത് നന്നായിട്ടൊന്ന് മുറുക്കി കെട്ടി വെക്കണം. ഇതിന് മുകളിൽ അടപ്പ് വെച്ച് നടച്ച് വെക്കാം. ഇനി ഇത് എല്ലാ ദിവസവും ഒരേ സമയത്ത് തന്നെ ഇളക്കി വെക്കണം. 21 ദിവസം വരെ ഇത് ഇളക്കി വെക്കണം. 22ാമത്തെ ദിവസം ഇത് അരിച്ചെടുത്ത് കുപ്പിയിലാക്കാം. ഇത് വെളുത്ത കളറുള്ള കുപ്പി ആയതുകൊണ്ടാണ് ഞാൻ തോർത്തിങ്ങനെ താഴേക്കും അടച്ചു വച്ചിരിക്കുന്നത്. ഈ രീതിയിലാണ് വൈൻ ഉണ്ടാക്കേണ്ടത്. എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ട്രൈ ചെയ്ത് നോക്കൂ എല്ലാവരും.